വളരെ സ്മാർട്ടായിട്ട് പഠനത്തിൽ നല്ല മിടുക്കിയായിരുന്ന ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയുടെ കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് നമ്മുടെ കൊളീഗ്സിന്റെ ഇടയിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോ ഈ വരന്റെ വീട്ടുകാർ വലിയൊരു സ്ത്രീധനം ആവശ്യപ്പെടുന്നു. ഒരു BMW കാർ 150 പവന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറയേണ്ട കാര്യത്തിനാണ് അത്രയും സ്മാർട്ടായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മനക്കരുത്തില്ലായ്മ പല അതിൽ കുറേ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കണം. ഇപ്പം മേ ബി ഫാമിലി എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ ആണോ, അതോ വർക്ക് റിലേറ്റഡ് ചിലപ്പോൾ പ്രഷർ അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എന്തോ ഒരു റീസൺ കാരണം അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, നമുക്കൊരു ജോലിയുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു വാർണിംഗ് സിഗ്നൽസ് കാണുമ്പം നമ്മൾ അതുമായിട്ട് പ്രൊസീഡ് അല്ല ചെയ്യേണ്ടത്. യു ഷുഡ് കം ബാക്ക്. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം. എത്രയോ ആൾക്കാർ ടോക്സിക് റിലേഷൻഷിപ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആകാൻ പറ്റാതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് കുറേ റീസൺസ് ഉണ്ട്. മേ ബി ഫിനാൻഷ്യൽ ഇതായിട്ട് പ്രോബ്ലം ഉണ്ട്. ചിലത് സ്പൗസിൻ്റെ ഹസ്ബൻഡിലെ ആൽക്കഹോൾ യൂസ് കാരണം ഫിസിക്കൽ അബ്യൂസ് വരുന്നുണ്ട്, മെൻ്റലി ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സംശയരോഗം. അത് ഇനിഷ്യലി എല്ലാവരും ഓർക്കും അതൊരു സ്നേഹം കൂടുതലാണ്, നമ്മളെ എപ്പോഴും വിളിക്കുന്നു, നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നു, നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ അതൊരു ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. ചിലരുടെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം സീൽ ചെയ്യും. നമ്മുടെ എന്താ പറയുക, വിൻഡോസ് സീൽ ചെയ്യും, എവിടെയൊക്കെ വൈഫ് പോകുന്നു അവിടെ കൊണ്ടുപോകും. ചിലരുടെ കയ്യിൽ ഫോൺ ട്രാക്ക് ചെയ്യില്ല, ഫോൺ കൊടുത്തു വിടില്ല. ഇതൊക്കെ അറിയാം, പക്ഷേ അവരൊരു ആക്ഷനും എടുക്കില്ല. അവർ പറയുന്നത് ഇനി ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോയി, ഇനിയിപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ കുറേ സ്ത്രീകളുണ്ട്, അവർ കുറച്ചുകൂടെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അവർ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നത്, ഇത്രയും ഒരു സ്കാറിങ് ഒക്കെ വന്ന റിലേഷൻഷിപ്പിൽ എന്തിനാണ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും എങ്ങനെയെങ്കിലും സൊസൈറ്റൽ പ്രഷർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഡിവോഴ്സ് ഇസ് നോട്ട് ഈസി. അത് കഴിഞ്ഞിട്ട് ജീവിക്കാൻ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിക്ക ആൾക്കാരും കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഉണ്ട്.